പ്രവർത്തനം നടത്തുന്ന ഒരു നിലയിലേക്കാണ് എതിർ മുന്നണിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ ദേശാഭിമാനി പത്രത്തിൽ ഒരു ഫുൾ പേജ് പരസ്യമുണ്ട്. സഹകരണ ബാങ്കുകളാണ് ആ പരസ്യം നൽകിയതായി അതിൽ കാണുന്നത്. അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘന. സഹകരണ ബാങ്കുകൾ മെമ്പർമാരുടേതാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാട്ടിലെ മുഴുവൻ ആളുകളും അംഗങ്ങളായിട്ടുള്ളതാണ് സഹകരണ ബാങ്കുകൾ. അത്തരത്തിൽ സഹകരണ ബാങ്കുകൾ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരസ്യം നൽകുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമ വിദഗ്ധരുമായി ആലോചിച്ച് അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ പരിഗണനയിലുണ്ട്. അത് ആ നിലയിൽ മുന്നോട്ട് പോകും. എന്തടിസ്ഥാനത്തിലാണ് സഹകരണ സ്ഥാപനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിലവിലുള്ള MLA സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി ഇങ്ങനെ പരസ്യം നൽകാൻ സന്നദ്ധമായത് എന്നത് ആ സ്ഥാപനങ്ങൾ കൂടി അതിലെ മെമ്പർമാരെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ആ നിലയിൽ അവർ ബോധ്യപ്പെടുത്താൻ തയ്യാറാകും എന്നാണ് കരുതുന്നത്. ഇന്നലെ 2 BLOമാർ പരസ്യമായി LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.